സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഇരുവശങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതം തഖ്വയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്ന്, മുത്തഖികളായി ജീവിച്ച് മരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി പ്രമേയങ്ങളിൽ പലപ്പോഴായി കയറി വരുന്ന, ഒരുപക്ഷെ നമുക്ക് തന്നെ അതിശയകരമായ ഒരു വിഷയം അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് ഭരണാധികാരികളായി, സമൂഹത്തിൻ്റെ നേതാക്കളായി നിലനിന്നിരുന്ന മനുഷ്യർ, അവരെക്കുറിച്ചുള്ള ചിലയിടങ്ങളിൽ പ്രശംസയും മറ്റ് ചിലയിടങ്ങളിൽ അവരെക്കുറിച്ചുള്ള ശക്തമായ വിമർശനങ്ങൾ. ലോകാവസാനം വരെ നിലനിൽക്കേണ്ടുന്ന ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പടച്ചതമ്പുരാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ, പ്രതിപാദ്യ വിഷയങ്ങൾ, ഇതെന്തിനായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു മൊത്തത്തിലുള്ള ജീവിത സംഹിതയാണ്, അതല്ലെങ്കിൽ ഒരു ജീവിത വ്യവസ്ഥ, ജീവിത പദ്ധതിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളെയാണ് യഥാർത്ഥത്തിൽ സ്പർശിക്കുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകൾ അതിന് പുറത്തു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാഴ്ചപ്പാട് വിശ്വാസി എന്നുള്ള നിലക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ കൂടെ പറയുന്ന ഒരു പേരാണ് ഫിർഔൻ എന്നുള്ളത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. സൂറത്തുൽ ഖസസ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ ഏറ്റവും വലിയവനാണ്, ഉലൂവ്, ഏറ്റവും വലിയവനാണ് താനെന്ന് ഫിറഔന് തോന്നി. ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ നമുക്കങ്ങനെ ഈ ലോകത്തെ ഏറ്റവും വലുത് ഞാനാണെന്ന് പറഞ്ഞു നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പറ്റും. ഈ ലോകത്ത് ഞാനാണ് ഏറ്റവും വലുത്. വജഅല അഹ്ലഹാ ശിയഅ, അവിടെയുള്ള ആളുകളെ വ്യത്യസ്ത തട്ടുകളിലും ഗ്രൂപ്പുകളിലുമാക്കി തൻ്റെ പൊളിറ്റിക്സ് കളിച്ചു. ചിലരെ തങ്ങളുടെ സിൽബന്ദികളാക്കി വെച്ചു, മറ്റു ചിലരെ അവർ വംശഹത്യക്കിരയാക്കപ്പെടേണ്ടവരും ഇവിടെ ജീവിക്കാൻ തന്നെ അനുവാദമില്ലാത്തവരുമാണ് എന്ന പ്രഖ്യാപനം അവൻ നടത്തി. മാത്രമല്ല യുദബ്ബിഹു അബ്നാഅഹും, അവരിലെ ആൺകുട്ടികളെ അവൻ അരിഞ്ഞു തള്ളി. വയസ്തഹി നിസാഅഹും, അപമാനിതരായി അവരിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ വലിയ കുഴപ്പക്കാരനായിരുന്നു, ഫസാദ് ചെയ്ത ആളായിരുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിലായി ഫിറഔൻ കടന്നു പോകുന്നു. ഇപ്പോൾ ഒരു ഫിറഔനോട് മാത്രം എന്തോ ഒരു പ്രശ്നം വിശുദ്ധ ഖുർആന്, അതല്ലെങ്കിൽ അള്ളാഹുവിന് എന്നുള്ളത് കൊണ്ട് വീണ്ടും പേർത്തും ഇങ്ങനെ പറയാനാണോ ഇത് ഉപയോഗിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. അതല്ല, ഈ ലോകത്ത് ഫിറഔൻ വരേക്കും, ഇനി ആദ് സമൂഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഈ ലോകത്തെ വലിയ മൻ അശദ്ദു മിന്ന ഖുവ്വ എന്നാണ് ആദ് സമൂഹം ചോദിച്ചത്. ഞങ്ങളെക്കാൾ ശക്തരായ ആളുകൾ ആരുണ്ട്? പിന്നെ ഇസ്രായേലൊക്കെ ചോദിക്കുന്ന ചോദ്യം അതാണ്, ഞങ്ങളെക്കാൾ മൈറ്റി പവർ ഉള്ള ആളുകൾ ആരുണ്ട്? വിശുദ്ധ ഖുർആനും ചോദിക്കുന്നതാണ്, ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഇറം ഗോത്രം, അവർക്ക് തുല്യമായി ഈ ലോകത്ത് ഒരു കൂട്ടരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കാരണം
പാറകൾ തുരന്ന് അതിനുള്ളിൽ രമ്യഹർമ്മങ്ങൾ സൃഷ്ടിച്ച മനുഷ്യരായിരുന്നു അവർ. അത്രമേൽ അതികായരായ മനുഷ്യരായിരുന്നു, അത്രമേൽ അരോഗ ദൃഢഗാത്രരായ മനുഷ്യരായിരുന്നു, ആകാര സൗഷ്ഠവമുള്ള മനുഷ്യരായിരുന്നു. അതായത് വലിയ ശരീരത്തിന്റെ ഉടയവരായിരുന്നു അവർ. ഒരു ഖുർആൻ പറഞ്ഞു, വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഈ അധികാരവും കയ്യിലുള്ള ഈ പവറും പ്രശസ്തിയും അതുപോലെ തന്നെ ഈ സ്ഥാനമാനങ്ങളുമെല്ലാം അല്ലദീന തഗൗ ഫിൽ ബിലാദ്, ഭൂമിയിൽ അതിക്രമം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെലവഴിച്ചത്. ഫഅക്സറു ഫീഹൽ ഫസാദ്, ഭൂമിയുടെ യഥാർത്ഥ അവസ്ഥയെ അവർ കീഴ്മേൽ മറിച്ചു. ഇസ്ലാഹാണ് ഭൂമിയുടെ അവസ്ഥ. ശരിക്കും ഇസ്ലാഹിന്റെ ഓപ്പോസിറ്റ് പദമാണ് അറബി ഭാഷയിൽ ഫസാദ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ഇന്നല്ലാഹ ല യുഹിബ്ബുൽ മുഫ്സിദീൻ, ഈ ഭൂമിയുടെ ഒരു താളമുണ്ട്, ആ താളത്തെ മറിക്കരുത്, അതിനെ കീഴ്മേൽ മറിക്കരുത്. പ്രത്യേകിച്ചും അധികാര ഇടങ്ങളിലുള്ളവർക്ക് അതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്, അത് കീഴ്മേൽ മറിക്കുന്നതിലും അതല്ലെങ്കിൽ അത് മറിയാതെ സൂക്ഷിക്കുന്നതിലും. രണ്ടും സാധാരണ ജനങ്ങളെ പോലെയല്ല അധികാര ഇടങ്ങളിൽ നിൽക്കുന്നവർ. അപ്പോൾ അവരുടെ ഒരു സ്വഭാവത്തെ വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്യുകയാണ്. ഖുതുബയുടെ ആമുഖത്തിൽ ഞാൻ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 205, 206 സൂക്തങ്ങൾ. സൂറത്തുൽ ബഖറയിൽ ഒരുപാട് പരാമർശങ്ങൾ കടന്നു പോകുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ ഒരു പരാമർശം ഇങ്ങനെയാണ്, വമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവില് വലിയ വലിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. വമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു, അവരുടെ വർത്താനം കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ ഇവരെന്നെയാണ് ഇപ്പൊ ഈ നാടൊക്കെ രക്ഷിക്കാൻ പോണെന്നൊക്കെ തോന്നും. അവരുടെ വർത്തമാനങ്ങൾ നിന്നെ അത്ഭുതപ്പെടുത്തും. എന്നല്ല വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ ദൈവനാമത്തിൽ, പടച്ചോന്റെ നാമത്തിൽ അവർ സത്യം ചെയ്യുകയും ചെയ്യും. അള്ളാഹു ആണ് സാക്ഷി. മുനാഫിക്കുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്, അള്ളാഹു ഞങ്ങൾ ഇന്നക്കല റസൂലുള്ളാഹ്, നീയാണ് അള്ളാന്റെ റസൂൽ എന്ന് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് മുനാഫിക്കുകൾ വന്ന് പറയൂന്നാ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ജനങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെയാണോ തങ്ങളുടെ വാഗ്ദാനങ്ങൾ, തങ്ങൾ നടപ്പാക്കാൻ പോകുന്ന വലിയ മോഹനമായ ഈ അജണ്ടകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയും. വഹു അലദ്ദുൽ ഹിസാം, പക്ഷെ അവൻ വല്ലാത്ത കുതർക്കിയാണ്. വൈദാ തവല്ല, ഇനി എങ്ങാനും അവൻ അധികാരം കിട്ടിയാൽ, ഇതിപ്പോ ഏതെങ്കിലും ഒരു കൂട്ടരെ കുറിച്ചല്ല കേട്ടോ, അധികാര ദുർവിനിയോഗം നടത്തുന്ന ആളുകളെ കുറിച്ച് പൊതുവിൽ വിശുദ്ധ ഖുർആൻ പറയാം. വൈദാ തവല്ല, അവർക്ക് അധികാരം ലഭിച്ചാൽ, സഅഫിൽ അർളി ലിയുഫ്സിദ ഫീഹ, വീണ്ടും പറയാണ് അല്ലാഹ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനായിരിക്കും അവർ ശ്രമിക്കുക. വയുഹ്ലിക്കൽ ഹർസ വന്നസ്ൽ, കൃഷി വിളകളെ അവർ നശിപ്പിച്ചു കളയും. അതായത് സാമ്പത്തികാവസ്ഥ അവർ ടോപ്പിൾ ചെയ്യും, അതിനെ കീഴ്മേൽ മറിക്കും. അതായത് ശരിക്കും ഈ പരിപാടി അവർക്ക് അറിയില്ല. വൻ നസ്ൽ, മനുഷ്യരുടെ വംശത്തെ തന്നെ അവർ മുടിച്ചു കളയും. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വംശഹത്യാ പദ്ധതി അവർ നടപ്പാക്കും. പുതിയ കാലത്തെ ഭാഷയിലൊക്കെ പറഞ്ഞ കുറച്ചുകൂടി ഫിറ്റാവുന്നത് ആ അർത്ഥമാണ്. അതായത് ജനങ്ങളുടെ അടുത്ത തലമുറയുടെ ജീവിതം തന്നെ അവർ ദുസ്സഹമാക്കി കളയും. അതായത് ഇനി അടുത്ത തലമുറയില്ല, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതമുള്ള അതിലങ്ങോട്ട് ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി എന്തും അവർ ചെയ്യും. മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമോ മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹമോ മൈത്രിയോ ഇതൊന്നും അവർക്ക് വിഷയമാവില്ല. വീണ്ടും ഒരു തവണ അധികാരം കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ അജണ്ട. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ആകട്ടെ ഈ ഫസാദിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. വൈദാ ഖീല ലഹു തഖില്ലാഹ അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്, ഇനി അവരോട് കുറച്ചൊക്കെ ദൈവഭയം വേണോട്ടോ, തഖ്വ വേണോട്ടോ, പടച്ചോനെ കൂടി സൂക്ഷിക്കണോട്ടോ എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്, അവർക്ക് തലക്കനം അവരെ പിടികൂടും. അതിന് മാത്രം ഞാനിപ്പോൾ എന്താണ്, ഞാനങ്ങനെ പടച്ചോനെ ഭയന്ന് ജീവിക്കേണ്ട ആളാണോ, അതല്ലെങ്കിൽ എനിക്കുമേൽ വേറൊരാളെ കൂടി ഞാൻ സഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അവർ തോന്നും. ഫഹസ്ബുഹു ജഹന്നം വലബിഅ്സൽ മിഹാദ്, അവർക്ക് നരകം മതി. വലബിഅ്സൽ മിഹാദ്, ഏറ്റവും മോശമായ സങ്കേതം നരകമത്രേ. ഈ വിശുദ്ധ ഖുർആനിൽ ഈ 3 ആയത്തുകൾ
അതല്ലെങ്കിൽ മറ്റു പല ആയത്തുകളൊക്കെ സമ്മേളിച്ച് ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തെ ഏത് അധികാരികളാകട്ടെ, ഇപ്പൊ ലോകത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അതുമാത്രമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഈ പറയുന്നത്. ഈ ലോകത്തെ ഏത് കാര്യത്തിലും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഉത്തരവാദിത്തപൂർണമായ ഒരു പണി മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസിയെ മാത്രമല്ല, ഈ ലോകത്ത് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ അവന്റെ നീതിയെ, അതല്ലെങ്കിൽ മനുഷ്യൻ അതിന്റെ ക്രമത്തെ, ഈ ലോകത്തിന്റെ ക്രമത്തെ അട്ടിമറിക്കുമ്പോഴാണ് ഫസാദ് ഉണ്ടായിത്തീരുന്നത്, അതല്ലെങ്കിൽ ളുൽം ഉണ്ടായിത്തീരുന്നത്, അക്രമവും അരുതായ്മകളും ഉണ്ടായിത്തീരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ഗൾഫ് യുദ്ധം എന്നൊക്കെയുള്ള ഇതിന് പിന്നിലുള്ളത് ഒരു കൂട്ടരുടെ അഹന്ത മാത്രമാണ്. ഒരു കൂട്ടരുടെ അഹന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പോലെയാണ് ഇവിടെ നടക്കുക. എന്നിട്ട് ഒരു രാജ്യത്തിന്റെ തലവനെ ഒരു രാത്രിയിൽ, അതല്ലെങ്കിൽ ഒരൊറ്റ ഇരിപ്പിൽ രാജ്യത്തിന്റെ തലവനില്ലായ്മ ചെയ്യുക. എന്നിട്ട് അവരുടേതായ എന്തൊക്കെ ഞരക്കങ്ങൾ അവരുടേതായ നിലനിൽപ്പിനെ കാണിക്കുന്നുണ്ടോ അത് വെച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ ക്രിമിനലുകളായി അവരവതരിപ്പിക്കുക. ലോകത്തെ ഏത് മനുഷ്യനും അറിയാം, അമേരിക്ക വെച്ച് നോക്കുമ്പോൾ, ഇറാനെ വെച്ച് നോക്കുമ്പോൾ ആരാണ് ക്രിമിനൽ എന്നുള്ളത് ഒരു തരത്തിലുമുള്ള വിശകലനത്തിനൊന്നും പോകാതെ തന്നെ ഒരു സാധാരണ യുക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തങ്ങൾ നടത്തുന്ന അധിനിവേശത്തിന് ഒരു ന്യായവുമില്ലെന്ന് ഏറ്റവും ആദ്യം അറിയുന്ന ആളുകൾ ഇസ്രായേലുകാരാണ്, അതല്ലെങ്കിൽ ബെന്യാമിൻ നെതന്യാഹു ആണ്. പക്ഷേ ഇത് അധികാരത്തിന്റെ ഒരു തലച്ചുമട്, അതല്ലെങ്കിൽ അധികാരത്തിന്റെ ഒരു കനം ബാധിച്ച ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയണം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഫിർഔനാകട്ടെ, ഹാമാനാകട്ടെ, കാറൂനാകട്ടെ, അബൂലഹബാകട്ടെ, വിശുദ്ധ ഖുർആനിൽ എടുത്ത് പരാമർശിക്കപ്പെടുന്ന ഈ അധികാര സോപാനങ്ങളിലുള്ള മനുഷ്യരെ കുറിച്ചുള്ള പരാമർശം ഈ ലോകത്ത് ചെറുതും വലുതുമായ അധികാരങ്ങൾ കൈയാളുന്ന എല്ലാ മനുഷ്യരും സൂക്ഷിക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇപ്പുറത്ത് നല്ല ഭരണാധികാരികളെയും പരിചയപ്പെടുത്തുന്നുണ്ട്, ഇല്ലേ? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞൊരു സൂറത്ത് യൂസുഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് തൊട്ട് മുമ്പ് ഇറങ്ങുന്ന സൂറത്താണ്. ആ സൂറത്ത് ഇറങ്ങുന്നതിന് പിന്നിലുള്ള ഒരു യുക്തി, അല്ലയോ മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, അല്ലയോ പ്രവാചകരെ, താങ്കളെ ഈ കൂട്ടര് നാട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കും. അവര് കരുതുന്നത് നിന്നെ പുറത്താക്കി, അതല്ലെങ്കിൽ നിന്നെ കൊന്നുകളഞ്ഞു, അതല്ലെങ്കിൽ നിന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിലൂടെ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചരിത്രത്തിൽ സംഭവിച്ച ഒന്നുണ്ട്. ഈ മുഹമ്മദ്, അതല്ലെങ്കിൽ ഈ യൂസുഫ് എപ്രകാരമാണോ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, പിന്നീട് ഈ യൂസുഫിന് മുന്നിൽ തന്നെ ആർക്ക് വരേണ്ടി വന്നു? സഹോദരന്മാർക്ക് വരേണ്ടി വന്നു. സഹോദരന്മാർക്ക് മുന്നിൽ വരേണ്ടി വന്നു എന്ന് മാത്രമല്ല, എവിടെയാണോ പോയത്, എവിടേക്കാണോ അദ്ദേഹം പലായനം ചെയ്യേണ്ടി വന്നത്, മിസ്റിലേക്കാണ് പോയത്, അവിടെ അദ്ദേഹം ഭരണാധികാരിയാകുന്ന അവസ്ഥയുണ്ടായി. ഇജഅൽനി അലാ ഖസാഇനിൽ അർള്, അവിടെയുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ, അതായത് ക്ഷാമവും വറുതിയുമുള്ള ഒരു കാലഘട്ടത്തിൽ, അവിടെയുള്ള റേഷൻ സംവിധാനത്തെ ഏറ്റവും സുന്ദരമായി പുനഃസംഘടിപ്പിക്കുക എന്നുള്ള ഒരു പണി മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്തു. അതായത് ഒരു പ്രവാചകൻ പിന്നീട് ഭരണാധികാരിയായി മാറുന്ന അവസ്ഥ എവിടേക്കാണോ അദ്ദേഹം പലായനം ചെയ്ത് അവിടെ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. മക്കയിൽ നിന്ന് യസ്രിബിലേക്ക്, പിന്നീട് മദീനത്തു നബി എന്നറിയപ്പെട്ട സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ പിന്നീട് അവിടുത്തെ ഭരണാധികാരിയായി മാറുകയാണ് ചെയ്തു. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെയും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ദുൽഖർനൈനെ പോലെയുള്ള ആളുകളുടെയും ഒക്കെ ചരിത്രം വെച്ചുകൊണ്ട് അള്ളാഹ് പറയാണ്, അധികാരം അള്ളാഹ് കൊടുക്കുന്നതിന് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ഖുലില്ലാഹുമ്മ, റസൂലേ അള്ളാഹിനോട് പറയുക, അള്ളാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഇച്ഛിക്കുന്നവർക്കാണ് നീ അധികാരം കൊടുക്കുക. കുറച്ചു കാലത്ത് ട്രംപിന് കൊടുക്കും, അതിനു മുമ്പ് ഈ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾക്ക് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കൊടുത്തു.
അങ്ങനെയൊന്നല്ലാത്ത ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന റോമാ സാമ്രാജ്യക്കാർക്ക് കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിന് കീഴിലുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തൻസിഉൽ മുൽക മിമ്മൻ തശാ, ചിലർക്ക് അധികാരമില്ലാത്ത കാലം ഉണ്ടാവും. വതുഇസ്സു മൻ തശാ, ചിലരെ അള്ളാഹു പ്രതാപികളാക്കും. വതുദില്ലു മൻ തശാ, ചിലർക്ക് ദൈന്യതയുള്ള ജീവിതം ഉണ്ടാവും. ബിയദിക്കൽ ഖൈർ, ബിയദിക്കൽ ഖൈർ, അള്ളാഹുവേ നിന്റെ കയ്യിലാണ് ഖൈറുള്ളത്. അപ്പോ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുമ്പോഴും അധികാരത്തിൽ ഒരേ സമയം തുടരുമ്പോഴും വിശ്വാസികൾ എന്നുള്ള നിലയിലും മനുഷ്യരെന്നുള്ള നിലയിലും പൊതുവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ ഒരു മനുഷ്യർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒന്ന് ഇസ്ലാഹാണ്. അതായത് ഫസാദിന്റെ വിപരീതമാണ്. വലാ തുസ്ലിഹു വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഈ ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് മനുഷ്യർ തമ്മിൽ പോരടിക്കുക എന്നുള്ളതാണോ? അല്ലല്ലോ. മനുഷ്യർ തമ്മിൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യരുടെ യഥാർത്ഥ രൂപം തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ മനുഷ്യർ തമ്മിൽ ദേഷ്യപ്പെടാനും മനുഷ്യർ തമ്മിൽ അകലാനും മനുഷ്യർ തമ്മിൽ അകറ്റാനുമുള്ള രാഷ്ട്രീയം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന അതാണ്. ഇന്ത്യയിൽ കാണുന്നത് ഒരു കൂട്ടർ ഇവിടെ ജീവിക്കാൻ പാടില്ല, ഒരു കൂട്ടർ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടേണ്ടവരാണ്, ഒരു കൂട്ടർ അന്യായമായി നേടിയവരാണ്. ഇത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നെറേറ്റീവാണ്, ഒരു പൊതു ആഖ്യാനമാണ്. ഒരു മനുഷ്യനെ അവൻ ട്രെയിനിലോ അതല്ലെങ്കിൽ അവൻ നിയമപരമായി തന്നെ പർച്ചേസ് ചെയ്ത ഒരു കന്നുകാലിയെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലോ തല്ലിക്കൊല്ലുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ മാത്രം 3 പേരെയാണ് വഴിയിൽ വെച്ച് തല്ലിക്കൊന്നത്. പണ്ടൊക്കെ നമ്മൾ അഖ്ലാഖ് പെഹ്ലൂഖാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആളുകളുടെ പേരെങ്കിലും ഓർത്തു വെക്കുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊല്ലപ്പെട്ട ആളുകളുടെ പേര് പോലും നിങ്ങൾക്ക് അറിയോ? ഇല്ല. കാരണം അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. നോർമലൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായൊരു സംഗതിയാണ്. മനുഷ്യര് അതവൻ കന്നാലും ഉണ്ടായിട്ടല്ലേ അവനെ തച്ചു വന്നത് എന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. മനുഷ്യർ തമ്മിൽ വല്ലാത്ത വെറുപ്പിന്റെ വർത്തമാനം. ഇപ്പോ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് വരാത്ത വിഷയങ്ങൾ ഇപ്പോ മനുഷ്യര് പറയുന്നത് മതത്തിന്റെ പേരിൽ തന്നെയുള്ള അതല്ലെങ്കിൽ ഒരു സമുദായത്തിനെ മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള ചില വർത്തമാനങ്ങളാണ്. ആ വർത്തമാനങ്ങൾ പറയുന്നവർക്ക് കൂച്ചുവിലം കിടുന്നില്ല എന്ന് മാത്രമല്ല, നിർബാധം അത് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ. ഇപ്പോ ഏറ്റവും കൂടുതൽ വിവരമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മതമേലധ്യക്ഷനാണ് അൽത്താരയിൽ നിന്നുകൊണ്ട് പറഞ്ഞത് നർക്കോട്ടിക് ജിഹാദ് നടത്തുന്ന കൂട്ടം. ആ കൂട്ടത്തിലെ ആ സഭയിലെ ഏറ്റവും കൂടുതൽ വിവരമുള്ള ഒരു മോശപ്പെട്ട ഒരാളൊന്നുമല്ല ആള്. പക്ഷെ അദ്ദേഹം പറയാണ്, വളരെ ബോധപൂർവമായ ഒന്നായി ഇവിടെ ഒരു സമുദായം നർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു. ഇത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു വാക്കിന്റെ പിഴവോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തോ ഒരു പ്രസംഗത്തിലെ എന്തോ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല, എഴുതി തയ്യാറാക്കുന്ന ഒരു പ്രസംഗമാണ്, എഴുതി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗമാണ്. എങ്കിൽ അതിലെ സഭയിലെ ആളുകൾ അതല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ മേലാളന്മാരെന്നോ അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെന്നുള്ള ആളുകൾ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുക. അതല്ലെങ്കിൽ നിർബാധമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള വലിയ പ്രചരണങ്ങളിൽ നമുക്ക് മനുഷ്യർ തമ്മിൽ അകലുന്നതിനുള്ള കാരണങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. മനുഷ്യർ തമ്മിൽ പരസ്പരം ഒരുപക്ഷെ ഓഫ്ലൈനിൽ ചിലപ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല, നമ്മൾ നേരിട്ട് കാണും അത്രത്തോളം ശത്രുക്കളായിരിക്കില്ല. പക്ഷേ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നോക്കിയാൽ നമ്മളൊക്കെ വലിയ പരസ്പരമുള്ള വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ ജീവിക്കുന്ന ശത്രുതയോടുകൂടി മാത്രം മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായി തീർന്നതിന് പിന്നിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് അത് എത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇസ്ലാഹ് എന്നുള്ളത് മനുഷ്യർ തമ്മിൽ അവരുടെ സ്വാഭാവികതയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്, അവരുടെ മൈത്രിയിലേക്ക്, അവരുടെ സ്നേഹത്തിലേക്ക്, ഇസ്ലാമോഫോബിയ ഇല്ലാത്ത ഒരു പുതിയൊരു സമീപ ഭാവിയിലേക്ക്. പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് നമ്മൾ വീമ്പ് പറഞ്ഞിരുന്നതും നമ്മളുടെ വല്ലാത്തൊരു വീരസ്യം പറച്ചിലൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു പ്രദേശമാണ് പരസ്പരമുള്ള. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മളുടെ കൊള്ളക്കൊടുക്കുകളിൽ, നമ്മളുടെ ഇടപഴകലുകളിൽ, നമ്മളുടെ അയൽപ്പക്കങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടതും. തീർച്ചയായും അതിനെ കൂടി മുൻകണ്ടുകൊണ്ടുകൂടിയാണ് നമ്മളിപ്പോൾ ഒരു വോട്ട് ചെയ്യാൻ പോകും. ആർക്ക് വോട്ട് കൊടുക്കണം, ആർക്ക് വോട്ട് കൊടുക്കണ്ട എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു വിഷയം അതിൽ പ്രധാനമാണ്. എന്താണ് നിലവിലുള്ള നമ്മളുടെ അവസ്ഥയിൽ നിന്ന്? അങ്ങനെയാണല്ലോ, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ,
വോട്ട് ചെയ്യുക എന്നുള്ളതും ഇസ്ലാമിൽ ഒരു സാക്ഷ്യമാണല്ലോ. നിങ്ങളൊന്ന് ഒരു സാക്ഷിയാണ് വഹിക്കുന്നത്. വല്ലദീന ലാ യശ്ഹദൂന സൂർ, ഖുർആൻ പറയാണ് അവർ കള്ളസാക്ഷ്യം വഹിക്കാത്തവരാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള രണ്ടാലൊരു ഓപ്ഷനിൽ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ നിങ്ങൾ തെരഞ്ഞെടുക്കൽ. അപ്പോൾ നിങ്ങളുടെ എന്താണ്? നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ സത്യസാക്ഷ്യം നിർവഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. നിങ്ങൾക്ക് കള്ളസാക്ഷ്യം വഹിക്കുന്നതിന് ഒരു വകുപ്പുമില്ലാത്ത സ്ഥലമാണ്. നമുക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു 1000 റുപ്യക്ക് അല്ല ഒരു 850 റുപ്യക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ 1000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 150 രൂപ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് വരെ നമ്മളവിടെ കാത്തു വെക്കും. അതല്ലെങ്കിൽ നമ്മളുടെ കൃത്യം നമ്മൾ 850 രൂപക്ക് വാങ്ങിച്ച ഒരു സംഗതി അതിൻ്റെ കൃത്യം തൂക്കവും അളവും ഇല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. മൂല്യത്തിനാണോ പൈസ കൊടുത്തതെന്ന് ഉറപ്പുവരുത്തും. പക്ഷെ അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്താത്ത ഒരേ ഒരു സ്ഥലമുള്ളൂ, അത് രാഷ്ട്രീയമാണ്. നമ്മൾ 5 കൊല്ലം ഒരു കൂട്ടരെ പറഞ്ഞയച്ചിട്ട് അവർ ആ പണി തന്നെയാണോ ചെയ്തത്? ഇവർ സ്വയം നിലക്ക് നടക്കുന്ന പരിപാടിയൊന്നുമല്ലല്ലോ. നമ്മളുടെ നികുതി കൊണ്ടും നമ്മളുടെ കരം കൊണ്ടും പൊതുജനത്തിന്റെ, നമ്മൾ ഇസ്ലാമികമായി തന്നെയൊക്കെ പറഞ്ഞാൽ ബൈത്തുൽ മാൽ എന്നൊക്കെ പറയാം, പൊതുജനങ്ങളുടെ നികുതി കൊണ്ടും ഒക്കെയുള്ളൊരു സംവിധാനമാണല്ലോ യഥാർത്ഥത്തിൽ ഇത്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ പ്രതീക്ഷിക്കപ്പെട്ട നന്മയാണോ ചെയ്തത് എന്നുള്ള ഒരു ഓഡിറ്റിങ്ങിന് പകരം അന്ധമായ ന്യായീകരണത്തിന് ചിലരെങ്കിലും വിധേയമാകുന്നു എന്നുള്ളത് കൂട്ടത്തിൽ സൂചിപ്പിക്കാതെ വയ്യ. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണോ ഒരു പള്ളിയുടെ വിഷയത്തിൽ നമുക്ക് അവിടെ ഒരു പള്ളി കമ്മിറ്റി ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. 10 ലക്ഷം രൂപ പള്ളിക്ക് വരുമാനം കിട്ടി. പള്ളി കമ്മിറ്റി അതിന്റെ കണക്ക് അവതരിപ്പിച്ചു. ഈ കൊല്ലത്തെ വരവ് 10,50,000 രൂപ. അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിലെ ചെലവുകൾ കഴിഞ്ഞ് ബാക്കി നീക്കിയിരിപ്പ് ഇതാ 1,20,000 രൂപ. ഇങ്ങനെ ഒരു കണക്ക് അവതരിപ്പിച്ചു തരും. അപ്പോൾ അതിലെ ഒരു 10,000 രൂപ കുറഞ്ഞാൽ, അതല്ലെങ്കിൽ അതിനൊരു കണക്കില്ലാതായാലും നമ്മൾ ക്ഷോഭ്യം, അതല്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറും. കാരണം അത് ചോദിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ വെറുതെ വിടാൻ പാടില്ലാത്തവരാണ്. ഇതൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലൊരു റോഡിന് പാസ്സായത് 10 കോടി രൂപയാണ്. ആ റോട്ടിൽ 10 കോടി രൂപയുടെ പണി നടന്നിട്ടില്ല എന്നറിയുന്ന ആദ്യത്തെ ആൾ നമ്മൾ തന്നെയാണ്. അവിടെ ആകെ കൂടി ചെലവായിട്ടുള്ളത് 6 കോടിയാണെന്നും ഈ 4 കോടിക്ക് എവിടെയാണ് കണക്കുള്ളത് എന്നും അത് പറയേണ്ട. അവിടെ പടച്ചോനില്ലാന്ന് നമ്മൾ കരുതിയിരുന്നത്. പടച്ചോനുള്ളത് ആ 10.5 ലക്ഷം രൂപയുടെ പള്ളിക്കണക്കിലും 10 കോടിയുടെ റോഡിന്റെ വിഷയത്തിലും പാലത്തിന്റെ വിഷയത്തിലും പടച്ചോൻ ഇല്ല എന്ന് കരുതുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലെ ദീനിനെയും ദുനിയാവിനെയും നമ്മൾ രണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മനുഷ്യന്റെ എല്ലാ കൊള്ളക്കൊടുക്കുകളും എല്ലാ നന്മകളും തിന്മകളും അള്ളാഹുവിന്റെ മുമ്പിൽ വരവ് വെക്കപ്പെടും, വിധി നിർണയിക്കപ്പെടും, അതിന് വിചാരണ ചെയ്യപ്പെടുമെങ്കിൽ ഈ ലോകത്തെ മനുഷ്യന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ കൊള്ളക്കൊടുകൾ, നമ്മുടെ നിസ്കാരവും നോമ്പും മാത്രമല്ല, നമ്മുടെ ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപാടുകളും പടച്ചവന് മുമ്പിൽ വെക്കാനുള്ളതാണ് എന്നുള്ളിടത്താണ് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ സമ്മതിദാനാവകാശമൊക്കെ നമ്മൾ വിനിയോഗിക്കേണ്ടതടക്കം അത്തരത്തിലൊരു ബോധ്യത്തിൽ നിന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിലവിലുള്ളത് പുതിയ കാലത്തെ ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്ന സംവിധാനമുണ്ട്, ജനാധിപത്യം, ഉദാര ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ജനങ്ങളിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സംഗതി അത് വിജയിക്കും. അതല്ലെങ്കിൽ ഏറ്റവും കുറവ് അതിൽ വോട്ട് കിട്ടാത്ത അയാൾ പരാജയപ്പെട്ടവനായി മനസ്സിലാക്കപ്പെടും. ശരിയാണ്. പക്ഷെ അതിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അവിടെയും ജനങ്ങളെ നിർണയിക്കുന്നിടത്ത് ജനങ്ങൾ തന്നെ ഏറ്റവും കെട്ടുപോയ ആൾക്കാരാണ്. 80 പേരും കെട്ടുപോയ ആൾക്കാരാണ്. 20 പേര് മാത്രമേ അതിൽ നല്ലവരുള്ളൂ. അതുകൊണ്ട് മാത്രം ഒരു 80 അതിന് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം ആ തെരഞ്ഞെടുക്കപ്പെട്ടത് ശരിയായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം വളരെ മഹിതമാകുമ്പോഴും അതിൽ മൂല്യങ്ങൾ ഉൾച്ചേർക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ പുതിയ കാലത്തെ ഏറ്റവും മികച്ച ഒരു ഇലക്ഷൻ രാഷ്ട്രീയ പാർലമെന്ററി ജനാധിപത്യ രാഷ്ട്രീയ ഉപകരണം എന്നുള്ള നിലക്ക് അത് പ്രസക്തമാകുമ്പോഴും മൂല്യങ്ങളില്ലാതെയായാൽ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്, മൃഗീയമായ ഭൂരിപക്ഷം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ചിലർക്കൊക്കെ കിട്ടും. നമ്മുടെ കേന്ദ്ര തലത്തിലൊക്കെ പല സ്റ്റേറ്റുകളിലൊക്കെയുള്ള പല ഇലക്ഷൻ റിസൾട്ടുകളും വരുമ്പോൾ മൃഗീയമായ ഭൂരിപക്ഷം, ഈ മൃഗീയമായ ഭൂരിപക്ഷം റിഗ് ചെയ്യപ്പെട്ടത് കൊണ്ടാണെന്നൊക്കെ ചിലർ പറയുന്നു. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അല്ലാതെ തന്നെ മനുഷ്യർ തമ്മിൽ ഏറ്റവും കൂടുതൽ പരസ്പരമുള്ള അകലവും വൈരവും ദേഷ്യവും ഒക്കെ കൈമുതലായിക്കൊണ്ടൊരു കൂട്ടര്
ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷത്തിനെതിരെ, അതല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ മൂലധനമായിട്ട് ഉപയോഗപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ ഇത്തരം ഈ ഇലക്ഷൻ സമയങ്ങളെ, തെരഞ്ഞെടുപ്പ് സമയങ്ങളെ കൂടി നോക്കിക്കാണേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു കാര്യവും പടച്ചവന്റെ നോട്ടത്തിൽ നിന്നും പടച്ചവന്റെ തൃപ്തിയിൽ നിന്നും മുക്തമല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളുടെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളും അതിനായി നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളും അതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന വോട്ടും നമുക്ക് അള്ളാഹുവിനോട് തന്നെ ഉത്തരം പറയാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒന്നാണെന്ന് മനസ്സിലാക്കി നീതിയുടെ, സത്യത്തിന്റെ ഒരു സാക്ഷ്യം നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. പടച്ചമ്പുരാൻ ആ നിലക്കുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിനെയും രാജ്യത്തെയും ഈ ലോകത്തെയും എല്ലാം ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമീപ ഭാവിയിലേക്ക് പടച്ചമ്പുരാൻ വഴി നടത്തി തരുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.